ഹലോ ഫാമിലി, ഞാനിപ്പോൾ 4-ാം തീയതി ഇന്നിപ്പോൾ രാത്രി 10 മണിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ന്യൂസിൽ ഇപ്പോൾ കാണുന്ന പോലെ ജസ്ലിയ അവയവദാനം ചെയ്ത മാലാക അങ്ങനെയുള്ള ഹെഡിങ്ങിലെല്ലാം കൊച്ചിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ജസ്ലിയ എനിക്കെങ്ങനെ അറിയാമെന്നുള്ളത് എൻ്റെ കൂടെ പഠിച്ച സഹപാഠിയുടെ മകളാണ്. അവളെ കുറച്ചുകൂടി അടുത്തറിയാവുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് എനിക്കത് തോന്നി. വേറൊന്നും കൊണ്ടല്ല, ജസ്ലിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ന്യൂസിലൂടെ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന അങ്കമാലി പോലീസ് ചെയ്ത കുറേ കാര്യങ്ങൾ പബ്ലിക് അറിയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ പല ന്യൂസ് ചാനലിലും കേൾക്കുന്നുണ്ട് ഈ സിറിയക്ക് എന്ന് പറയുന്ന നാറി, ഈ ഡോക്ടർ മിസ്സിംഗ് ആണ്, കാണാനില്ല എന്നുള്ളത്. ഞാൻ ആദ്യം മുതലേ കുറച്ച് അറിയാവുന്നത്, നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളും അവരുടെ ബന്ധുക്കൾ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പബ്ലിക്കിൻ്റെ അറിവിലേക്ക് പറയാം. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പേരിൽ എന്ത് വന്നാലും അത് നേരിടാനും ഞാൻ തയ്യാറാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ പറയാൻ ആരെങ്കിലൊക്കെ വേണം. ആ കുടുംബത്തിന് എന്താ പറയുക, സാധാരണ ഒരു കുടുംബം. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു കുട്ടി, വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവളൊരു പാർട്ട് ടൈം ജോബിന് പോയത്. ഡൊമിനോസിലായിരുന്നു ജോബിന് പോയിരുന്നത്. BCom പഠിക്കുന്നു. അതുകൂടാതെ സ്പോർട്സിലെല്ലാം വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടി. ഇന്നത്തെ കാലത്ത് 19-20 വയസ്സുള്ള കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവുകളും ഉണ്ടാവും നമുക്ക് പറയാനായിട്ട്. ഒരു അനുസരണയില്ല, അല്ലെങ്കിൽ ആളലമ്പാണെന്നൊക്കെ പറയും. അങ്ങനെ ഒരു കുറ്റവും ഇല്ലാത്ത ഒരു കുഞ്ഞാണ് ഇന്നുള്ളത്. 28-ാം തീയതി കുഞ്ഞിനെ ആക്സിഡൻ്റായി. ലിയ മോൾ എന്നാണ് അവളെ വിളിക്കുന്നത്. ജസ്ലിയ എന്നുള്ളത് യൂസ്ഡ് അല്ല. അതായത് ലിയ മോളുടെ അമ്മ ലിമ, എൻ്റെ കൂട്ടുകാരി, അവർ പറഞ്ഞുള്ള അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയ മോൾ എന്നാണ്. അതുകൊണ്ട് ഞാൻ ലിയ മോൾ എന്ന് ഇവിടുത്തെ തന്നെ പറയുന്നു. 28-ാം തീയതി ആക്സിഡൻ്റായി ആകുന്നു. അന്നു മുതൽ അങ്കമാലി പോലീസ് സ്റ്റേഷൻ ചെയ്ത നല്ല നല്ല പ്രവർത്തികളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ആദ്യം അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ നോക്കി. എങ്ങനെ? കറുത്ത വാഹനമല്ല, ഒരു വെള്ള വാഹനമാണെന്നുള്ളതായി. വെള്ള വാഹനമല്ല, അതൊരു കറുത്ത ഒരു ഡാർക്ക് കളർ വാഹനമാണെന്നുള്ളത് നമ്മൾ എടുത്തു പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവർ കറുത്ത വാഹനമാക്കി. പിന്നീട് അവർ പറയാൻ പോയത് അങ്ങോട്ട് തിരിഞ്ഞല്ല ക്യാമറ ഇരിക്കുന്നത്, വേറെ സൈഡിലേക്ക് തിരിഞ്ഞാണ് ക്യാമറ ഇരിക്കുന്നത് കേട്ടോ. അങ്കമാലി പോലീസിൽ നിന്നുള്ള കാര്യങ്ങളാണ്. കേസ് അന്വേഷണത്തിന്റെ ഒരു കാര്യങ്ങളാണ് ഈ പറയുന്നത്. അവിടെ CCTV ക്യാമറ അങ്ങോട്ടല്ല തിരിഞ്ഞിരിക്കുന്നത്, ഇങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്ന എക്സ്ക്യൂസാണ് കറുത്ത വാഹനമാണ്, സ്പീഡിലായിരുന്നു, അതുകൊണ്ട് കിട്ടാൻ ചാൻസസ് കുറവാണ്, അതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. വാഹനത്തിന്റെ അന്വേഷണത്തിന്റെ തുടക്കമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. കറുത്ത വാഹനത്തിന്, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കറുത്ത വാഹനത്തിന് നമുക്ക് ചെല്ലാനടിച്ചു വരും, ഫൈൻ വന്നിട്ട് നല്ല സുഖമായിട്ട് സീറ്റ് ബെൽറ്റ് ഇടാതെ പോയവരും രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രാഫിക് ഇതാക്കിയവരുടെ ഫോട്ടോസൊക്കെ നമുക്ക് ഇങ്ങനെ ചെല്ലാനടിക്കാൻ നേരത്തെ ഇവർ അയക്കാറുണ്ട് ഈ പോലീസുകാർ.
അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുകയാണ് ഇവർ പറയുന്നത്. കറുത്ത വാഹനമാണ്, രാത്രി വിസിബിലിറ്റി ഉള്ള ക്യാമറ ഒന്നും നമ്മുടെ നാട്ടിലില്ല അത്രേ. മനസ്സിലായോ? ഈ സംഭവം നടന്ന സ്ഥലത്തുള്ള ക്യാമറ തിരിഞ്ഞിരിക്കുമായിരുന്നു. ഓക്കെ, തിരിഞ്ഞിരിക്കട്ടെ, ഈ വണ്ടി പോയ സ്ഥലത്തുള്ള എല്ലാ ക്യാമറയും പോലീസെ തിരിഞ്ഞിരിക്കുമായിരുന്നു. അതും കൂടാതെ അതുകൂടാതെ ഈ ജസ്ലിയ അവളൊരു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കുട്ടികൾ അന്നു മുതൽ സ്വന്തം വീട്ടിൽ പോലും പോവാതെ കഷ്ടപ്പെടുന്ന പിള്ളേരാണ്. അവരന്വേഷിച്ചിട്ട് കിട്ടി കൊച്ചിയിൽ ഈ പറഞ്ഞ നാറി, ഡോക്ടറൊന്നും വിളിക്കുന്നില്ല, ചാലാക്കര മെഡിക്കൽ കോളേജിലെ ഈ നാറി കൊച്ചിയിലുണ്ട് 4-5 ദിവസമായിട്ട്. ഇവന്റെ തന്ത എന്ന് പറയുന്നവൻ വന്ന് കൊച്ചിയിൽ ഇവനെ കണ്ടു, അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്തു. ഇന്ന് വരെ നാട്ടുകാർക്ക് എന്തിന്, ഈ കുട്ടിയുടെ കൂട്ടുകാർക്ക് വരെ അറിയാം. പക്ഷെ പോലീസ് അപ്പോഴും പറയുവാണ് ഒളിവിലാണത്രേ. CCTVയിൽ ഒന്നും കിട്ടിയിട്ടില്ല. ഈ ഒളിക്കാൻ പോയ ആള് ഈ കാറിൽ നിന്ന് ഇറങ്ങിയതോ വേറെ കാറിൽ പോയതോ ഒന്നും കിട്ടിയിട്ടില്ല. മനസ്സിലായോ? എത്രയോ പേരെയാണ് പോലീസുകാര് ഒരു കാര്യമില്ല തല്ലിച്ചതച്ച് പറയിപ്പിക്കുന്നേ. ഈ ഒരു കാര്യത്തിൽ അപ്പനുണ്ടല്ലോ, ഇവന്റെ സിറിയക് ജോർജ് എന്ന് പറയുന്നവന്റെ നാറിയുടെ അപ്പനെ വിളിച്ച് മോന്തക്കുറ്റിയൊക്കെ എന്തോന്ന് കൊടുത്തിരുന്നെങ്കിൽ മോൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞേനെ. കൊടുക്കാൻ പറ്റില്ലല്ലേ. നല്ല പൈസക്കാരാ. ഇവന്റെ ഫോട്ടോസ് ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം, തൊട്ടടുത്ത് മദ്യക്കുപ്പിയാ. പിന്നെ അങ്കമാലി പോലീസേ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കള്ള് കുടിച്ച് ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് ഹാജരായാലും നമുക്ക് ഇതാക്കാം. വേറെ എന്തെങ്കിലും MDMA കഞ്ചാവോ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ 4-5 ദിവസം ഒളിവിൽ കഴിയണമല്ലോ അല്ലേ? 4-5 ദിവസം ഒളിവിൽ കഴിഞ്ഞാലല്ലേ ബോഡിയിൽ നിന്ന് അത് പോവത്തുള്ളൂ. എന്നാലല്ലേ കുറച്ചുകൂടിയൊക്കെ ആ കേസിന് ബലം കുറക്കാൻ പറ്റത്തുള്ളൂ. നിനക്കെ കണ്ണാക്കി തള്ളിയ എന്താണെങ്കിലും അതിന്റെ നന്ദി കാണിക്കാൻ പറ്റത്തുള്ളൂ. പണക്കാരനായ അവനെ അവന്റെ മകനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. തന്തേനെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? സ്വന്തം മകൻ ഒരു കുഞ്ഞിന്റെ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തന്തയാണെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. മനസ്സിലായ? ഈ സിറിയക്കിന്റെ അപ്പനോടാണ് ഈ ചോദിക്കുന്നേ. സ്വന്തം മകൻ ഒരു കുറ്റം ചെയ്ത് സംരക്ഷിച്ച് പൊതിഞ്ഞുണ്ടാക്കും. ഒരു കുഞ്ഞിനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞു. നീ എന്ത് തന്തയാ? കോളറിന് പിടിച്ച് കൊണ്ടുവന്ന് ഇടണോരുന്ന്. ഇനിയിപ്പോ ഉറപ്പാണ് കേട്ടോ, ഈ രാത്രിയോ വെളുപ്പാങ്കാലത്തോ ഒളിച്ചും പാത്ത് വന്ന് ഹാജരാക്കും. കാരണം ശരീരത്തിലുണ്ടായിരുന്ന ആൽക്കഹോളും കുടിച്ച സാധനത്തിന്റെയും കുത്തുവെച്ച സാധനത്തിന്റെ എല്ലാത്തിന്റെയും കണ്ടന്റ് പോയി കഴിഞ്ഞ് സേഫ് ആയിട്ട് കൊണ്ടുവന്നാക്കും. അതാണല്ലോ, ഞങ്ങൾ ചോറാണ് കഴിക്കുന്നത്. പിന്നെ അതും കഴിഞ്ഞ് അങ്കമാലി പോലീസ് ചെയ്തൊരു കാര്യം കൂടി കേൾക്കണോ? ഈ പാരൻസ് അവയവദാനത്തിന് തയ്യാറാവുന്നു. അതായത് ഇന്നലെ എല്ലാം മിനിഞ്ഞാന്ന് അവയവദാനത്തിന് തയ്യാറാകുന്നു. ആ സമയത്ത് ഈ രാജഗിരി മുതൽ ഞാൻ ആ കുടുംബത്തിന്റെ കൂടെ ഉണ്ടാവാൻ പറ്റി. അതുകൊണ്ടാണ് കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. അതായത് ദാനത്തിന് തയ്യാറാവുന്നു. 11:45 രാത്രി സമയത്ത് ഈ കുട്ടിയുടെ തന്നെ കൂട്ടുകാരാണ് ഇതെല്ലാത്തിനോടെയും ഇവര് അങ്കമാലി സ്റ്റേഷനിൽ പോയി GDയെ കാണുവാണ്. കാരണം ഇതിന്റെ പ്രൊസീജിയർ ഒരുപാടുണ്ട്. അതിന്റെ എക്സാക്ട് നെയിമൊന്നും എനിക്ക് അറിയത്തില്ല, സർട്ടിഫിക്കറ്റിന്റെ പേര്. അവിടെ GD എഴുതി തരണം, പോലീസ് എഴുതി തന്നിട്ട് DYSPയുടെ ഓഫീസിൽ പോയിട്ട് ബൈ ഹാൻഡ് ഒരു പേപ്പർ കൊണ്ടുവന്ന് നമ്മളെ രാജഗിരി കൊടുക്കണം. ഇതാണ് ഒരു പ്രൊസീജിയർ. അതിന്റെ എക്സാക്ട് എന്താണ് സർട്ടിഫിക്കറ്റ് എന്ന് അറിയത്തില്ല. കുട്ടികൾ പറയുവാണേ 11:45 ഇവര് പോയി. 5:30 ചേച്ചിന്ന്. പോസ്റ്റ്മോർട്ടത്തിന് കളമശ്ശേരിയിൽ ഞാനുണ്ട്. അപ്പൊ കൊച്ചു പറഞ്ഞതാ, ചേച്ചി ഇന്ന് വെളുപ്പിന് 5:30 വരെ GD എന്ന് പറയുന്ന ആള് ഇടയ്ക്ക് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിയാണ്, അവരുടെ മക്കൾക്കൊന്നും അല്ലല്ലോ ഇത് പറ്റിയിരിക്കുന്നേ. അവയവദാനവും വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ലല്ലോ. നമ്മളിവിടെ അവയവ കച്ചവടം വരെ നടക്കുന്ന സ്ഥലം. ഒരു കുഞ്ഞ് വേദന സഹിച്ച് മരിച്ചു, അവളെ വീണ്ടും വെട്ടിക്കീറാൻ പാരൻസ് തയ്യാറാവുമ്പോൾ അതിന് ഉഷാറോടെ ഒരു രാത്രി പോലെ അയക്ക് നിൽക്കാൻ പറ്റില്ല. ഉറങ്ങിയും ഭയങ്കര ക്ഷാമട്ടില്ല. ആ കുട്ടികൾ 5:30 വരെ അവിടെ ഇരുത്തി. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് CIനെ വിളിച്ചപ്പോൾ CIക്ക് വരാൻ സൗകര്യമില്ല. ലാസ്റ്റ് ഇവര് വീട്ടിൽ പോയി CIയുടെ സൈൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇവരോട് പറഞ്ഞു പൊക്കോളം പറഞ്ഞു. DYSPയുടെ ഓഫീസിലേക്ക് ഇവര് വിളിച്ചൊന്നും ചോദിക്കില്ല. വിളിച്ച് ചോദിക്കാതെ തന്നെ അയ്യോ DYSPനെ വിളിക്കാൻ പറ്റത്തില്ല, ഈ സമയത്തൊന്നും വിളിക്കാൻ പറ്റില്ല, നാളെ രാവിലെ 8 മണിക്ക് എന്ന് പറഞ്ഞു. 8 മണി ആവണ സമയം വരെ ഇവര് വെയിറ്റ് ചെയ്തു. ഇവര് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് 9 മണിയായപ്പോൾ DYSPയുടെ ഓഫീസിലേക്ക് ഈ പേപ്പർ പോകുന്നു. അവിടുന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ ഇടപെടുവാണ്. DYSPയുടെ ഓഫീസിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വേഗം നടന്നു. പക്ഷെ അങ്കമാലിയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തൊക്കെ ലാഗിങ് ചെയ്യാമോ അതൊക്കെ ഇവര് ചെയ്തു. മനസ്സിലാവണം. അതും കഴിഞ്ഞ് ഇപ്പോ പ്രതി ഒളിവിലാണെന്ന് പറയുന്ന ചോറ് തിന്നുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ ലൂ പോയിന്റ് എഴുതി ചേർക്കാൻ പറ്റുമോ
അതൊക്കെ എഴുതി ചേർത്ത് ഇനി പ്രതി വരും. ഇന്ന് പാതിരാത്രിയോ വെളുപ്പിനോ ഒക്കെ വന്ന് ആൾക്കാരില്ലാത്ത സമയത്ത് ഒന്നുകിൽ കോടതിയുടെ മുമ്പിലോ അവിടെ വന്ന് ഇത് രേഖപ്പെടുത്തി ഉറപ്പല്ലേ ജാമ്യം കിട്ടുമല്ലോ. ഇനി എന്തുന്നാ ഉള്ളത്? ഇനി കോടതിയിലേക്ക് വരും. കോടതിയിലേക്ക് വരുമ്പോൾ ഉള്ള വിസ്താരം എന്താണ്? ഇപ്പുറത്ത് നിൽക്കുന്ന ജസ്ലിയാണ്. ആ കൊച്ചി ഇപ്പൊ പഠിച്ച് ഒരു ജോലിയെ കിട്ടിയിരുന്നെങ്കിൽ അവൾക്കൊരു വിലയിടമാണ് നമ്മുടെ നിയമം. ഒരു 50 ലക്ഷം രൂപ ജസ്ലിയക്ക്. ഇപ്പുറത്തൊരു ഫിലിം സ്റ്റാർ ആണ് മരിച്ചെങ്കിൽ അയ്യോ ആ ഫിലിം സ്റ്റാർ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തോരം ഫിലിമുകൾ നാടിന് തരേണ്ടതായിരുന്നു. മഹത്ത് വ്യക്തിയാണ് ഒരു 5 കോടി. അതായത് വ്യക്തികളെ തരംതിരിക്കുന്നത് അവരുടെ പ്രൊഫൈല് നോക്കിയിട്ടാണെന്നുള്ളൊരു നഗ്ന സത്യം കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്കവർക്കും അറിയുന്ന കാര്യമാണ്. അല്ലെ, ജീവൻ എന്ന് പറയുന്നത് സിനിമാ നടിക്കും അപ്പുറത്തെ ജസ്ലിയക്കും ഒന്നാണെന്നൊന്നുമില്ല. ആ കുടുംബത്തിന് പോയത് പോയി. പക്ഷെ ഇപ്പോഴും സംരക്ഷിക്കാൻ നോക്കുന്ന പിന്നെ അങ്കമാലി പോലീസ് സ്റ്റേഷൻകാര് എന്ന് പറയുന്നത് നല്ല പേരിന് ഭയങ്കര പ്രഖ്യാതി നേടിയ ഒരു പോലീസ് സ്റ്റേഷനാണ്. ഭയങ്കര നല്ല പേരുള്ളൊരു പോലീസ് സ്റ്റേഷനാണ്. കാരണം നമ്മൾ കോണ്ടാക്ട് ചെയ്ത കുറേ ന്യൂസ് ചാനലുകാർ പറഞ്ഞായിരുന്നു ഭയങ്കര നല്ല പേരുള്ളതാണ് ഈ കാലടി അങ്കമാലി പോലീസ് സ്റ്റേഷൻ. സ്വന്തം വീട്ടിലെ മക്കൾ ഇതുപോലെ റോട്ടിൽ നിറങ്ങാനുള്ള ആ ഒരു ഇത് കിട്ടാതിരിക്കട്ടെ. കാരണം ആ ഒരു മരണ വീട്ടിൽ നിന്ന് വന്ന് കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ മരിച്ച വീട്ടിലെ എനിക്കൊരിക്കലും ഞാൻ ചിരിച്ച് കളിച്ച് നടന്ന എൻ്റെ കൂട്ടുകാരിയുടെ കരയുന്ന ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഈ കരച്ചിലിന് നീ മറുപടി പറയേണ്ടി വരും. ഇപ്പൊ സംരക്ഷിച്ച് സ്വന്തം മക്കള് ഒരു കൊലപാതകം ചെയ്ത് നീയൊക്കെ സംരക്ഷിച്ചോ, പക്ഷെ അതിനൊരു കർമ്മഫലം എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. റോട്ടിൽ എഴയേണ്ട അവസ്ഥ ഉറപ്പായിട്ടും വരും. ഇവിടെ എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ലെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി. ആരെങ്കിലൊക്കെ പറയണം. കാരണം ഒന്ന് ഡോക്ടറിന്റെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കോ ക്രിസ്റ്റി എന്ന് ചോദിച്ചാൽ അവളുടെ അമ്മയാണ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും. വെളുപ്പാങ്കാലത്ത് സമനില തെറ്റി 2:30 മണിക്ക് എന്നെ വിളിച്ച് എൻ്റെ മോള് പോയടി, അവളുടെ ബാക്കിയുള്ളതെല്ലാം ഞാൻ കൊടുക്കുവാന്ന് പറഞ്ഞ അവളുടെ അമ്മേനെ മാത്രമാണ്, അവൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അറിയണം. പിന്നെ ഇതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവുന്നൊന്നല്ല, ഒന്നും ഉണ്ടാവാൻ പോണില്ല. അവൻ ഇറങ്ങും, ഉറപ്പുള്ള കാര്യമാണ്. ജാമ്യം കിട്ടി ഇറങ്ങും. ഇതുപോലെ തന്നെ നാട്ടിൽ അവന്റെ പൈസ കൊടുത്ത് അവൻ ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ നെയിം ബോർഡും വെച്ച് എവിടെയെങ്കിലും അവനൊരു ക്ലിനിക്ക് ഇടും. ഇവൻ അന്ന് നിർത്താതെ പോയി ഓക്കെ ഇവൻ എന്തൊക്കെ അടിച്ചോട്ടെ. ആ കൊച്ചിന്റെ അമ്മ പറഞ്ഞൊരു വാക്കാണ് ഞാൻ ഇവിടെ പറയുന്നത്. അവൻ കഞ്ചാവ് അടിച്ചോട്ടെ, അവൻ ഇതായിക്കോട്ടെ, ഒന്ന് നിർത്തി അവളൊന്ന് രക്ഷിച്ച് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ അമ്മ നിനക്ക് മാപ്പ് തരുമായിരുന്നു. പക്ഷെ ഇനി അത് ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളായിട്ട് ഇറങ്ങിയ കാര്യമാണ് കേട്ടോ. അതായത് ഈ മരിച്ച കുഞ്ഞിന് ബലിയിടാൻ വേണ്ടി ഇവന്റെ ബന്ധുക്കളും ഇവന്റെ വീട്ടുകാർ ശ്രമിക്കുന്നുണ്ട്. പലരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് കേസ് നടത്തി കഴിഞ്ഞാലും ജീവനല്ലല്ലോ, കോടതിയിൽ നിന്ന് വിധിക്കാൻ പോകുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. ചിലപ്പോൾ ഇവന് 2 വർഷമോ 3 വർഷമോ അകത്ത് കിടക്കിയിരിക്കും. അതും ഇവര് പൈസ കൊടുത്ത് റെഡിയാക്കും. അപ്പോൾ പൈസ കൊടുത്ത് പെറ്റ വയറിന്റെ വേദന വാങ്ങാൻ ഒരു ശ്രമം നടത്തുന്നതായിട്ടും ഞങ്ങൾ അറിഞ്ഞായിരുന്നു. അത് വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഇവന്റെ ബന്ധുക്കളോ ആരെങ്കിലും അവിടെ കാലെടുത്ത് കുത്തിയാല് അവർക്ക് തല്ലാനറിയാം, നല്ല തല്ലാനറിയാം. പക്ഷെ ഇതുപോലെ ഇരുന്ന് അവർക്ക് അനുഭവിച്ച കാര്യങ്ങൾ പറയാൻ അറിയാത്തതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ആദ്യത്തെ ഞാനിപ്പോ കുറച്ച് ആഡ് ചെയ്തിരുന്നു ആ മരണസ്ഥലത്തെ കാര്യങ്ങള്. ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചല്ല അങ്ങനത്തെ ഒരു വീഡിയോ ആഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. നിങ്ങൾ ആ അവസ്ഥ നമുക്ക് ഒരു കരച്ചിലായിട്ട് തോന്നുള്ളൂ. സ്വന്തം വീട്ടില് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കുഞ്ഞിനെ വളർത്തി 20 വർഷം അങ്ങ് പോയി. 20 വയസ്സുമാണ് ആ കൊച്ചിന്. ഒരു കൊച്ചിനെ വളർത്തിയ 20 വർഷം ആ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് പോവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വീഡിയോ കാണുന്നവരൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം മക്കള് ഒരു സുപ്രഭാതത്തിലില്ല, വൈകുന്നേരം വരേണ്ട കൊച്ചു വന്നില്ല, തീർന്നു. ആ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ആക്സിഡന്റ് ആയിട്ടിരിക്കുന്ന വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും. ആ വീഴ്ച ഇന്നും എൻ്റെ പ്രാർത്ഥന ലിയമോളുടെ അമ്മ, ജസ്ലിയുടെ അമ്മ ലിമ അത് കാണല്ലേ എന്നാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ജീവിതത്തിൽ അത് മറക്കാൻ പറ്റുമെന്ന്. ആരെങ്കിലൊക്കെ ഇതൊക്കെ വന്ന് സംസാരിക്കണം. ആ കുടുംബത്തിന് വേണ്ടി ആ കുടുംബം അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ വന്ന് പറഞ്ഞത്. അവർക്ക് സംസാരിക്കാൻ പോലും അറിയാത്ത പാവങ്ങളാണ്. മനസ്സിലായ? പാവങ്ങൾക്ക് ഇവിടെ എന്ത് വിലയല്ലേ. പൈസക്കാരനായ സിറിയക്ക് നാറിയും സിറിയക്കന്റെ അപ്പൻ നാറിക്കിരിക്കട്ടെ നടുവിരൽ. സ്ത്രീ പുരുഷന്മാർ അന്തരമിയലാ ഉത്ഥാനം
സ്വർഗം തന്നിൽ ദൂതഗണക്കേ